സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, മക്കളെ, ബന്ധുമിത്രാദികളെ, നിങ്ങൾക്കെല്ലാവർക്കും കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ വളരെയധികം സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ്. ഇന്ന് നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നത് എൻ്റെ സഹോദരി, എൻ്റെ ഇളയ സഹോദരിയാണ്. ഞാനിപ്പോഴും ഉണ്ട്. ഞാൻ അമേരിക്കയുടെ ഫിലഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് ദീർഘനാളുകളായി അവിടെ ജോലി ചെയ്ത് താമസിച്ച് വരികയാണ്. ഈ വിവരം അറിഞ്ഞപ്പം മുതൽ എനിക്ക് മാനസികമായിട്ടുള്ള വലിയ ഭാരത്തിലും പ്രയാസത്തിലുമായി. കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ പോയി ടിക്കറ്റ് എടുക്കുകയും ഇന്ന് രാവിലെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുവാനും പ്രിയമക്കളോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ലഭിച്ചതായിട്ടുള്ള ഈ വിലയേറിയ സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആശ്വാസ വചനങ്ങൾ നമ്മൾക്ക് ധാരാളമായിട്ട് ഉണ്ട്. അതൊരോന്നും നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് പ്രിയമകളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നത്, സഹോദരി കടന്നു പോയിരിക്കുന്നത് എൻ്റെ പ്രിയൻ്റെ സന്നിധിയിലേക്കാകുന്നു, എൻ്റെ പ്രിയൻ്റെ സന്നിധിയിലേക്കാകുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടി ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയമകളെ യാത്ര അയക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അമേരിക്കയുടെ പ്രദേശങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരും ഈ സമയത്ത് ഞങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കുണ്ട്. ഞാൻ പോരുന്നതിൻ്റെ കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഫിലഡൽഫിയ മാർത്തോമ ഇടവകയുടെ വികാരി അച്ഛനും ഇടവജനങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ കൂടി പ്രാർത്ഥനയൊക്കെ നടത്തി. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു വന്നു. യാത്രയിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയുണ്ടായിരുന്നു. ദൈവം നമ്മളെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒക്കെയും കാത്തു സൂക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇവർക്ക് ഒരു കടന്നു നോക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മരിച്ചാൽ, ഇന്ന് ഞാൻ ഇവിടുന്ന് കടന്നു പോയാൽ എൻ്റെ നിത്യത എവിടെ ആകും? ഞാൻ എവിടെ ചെന്ന് ചേരും? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രിയ സഹോദരി ക്രിസ്തുവിൽ മരിച്ചവരാകും. അവൾ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അവളെ വീണ്ടും കാണാം എന്നുള്ള ഒരു വലിയ പ്രത്യാശയോടെ നിങ്ങളെല്ലാവരും പ്രിയ സഹോദരി യാത്ര അയക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ കൃപ അനുദിനം നമ്മളെ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ശാരീരികമായുള്ള ക്ഷീണത്താലും ഭാരത്താലും ഒക്കെ ആണെങ്കിലും എൻ്റെ സഹോദരി ലോകത്തിലായിരുന്ന കാലത്തെ ഞങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ധന്യമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാകുന്നു. എലിക്കാട്ടൊരു മൂന്നാമല കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ 7 പേരാകുന്നു. അതിൽ 2 പേര് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇനി 5 പേരുണ്ട്. അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സുഖമില്ലാതെ കിടന്ന സമയത്ത് കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ചുമ്മന്നെ തന്നിച്ച് എന്നോട് പറഞ്ഞു, അച്ചാച്ചാ ഇനി ഞാൻ അച്ചാച്ചൻ വരുമ്പോൾ ഞാൻ കാണത്തില്ല. നമ്മളെ വളരെ ആദരവൂർവ്വം എത്രയും സ്നേഹത്തോടും വാത്സല്യത്തോടും അവളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത മക്കളാകുന്നു. അവരെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രിയദാസനും 6 വർഷത്തിന് മുമ്പേ ഈ ലോകത്തു നിന്ന് കടന്നുപോയി. എങ്കിലും എല്ലാവരെയും താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടും എന്നുള്ളൊരു വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രിയമകളെ സഹോദരെ ശുശ്രൂഷിച്ച എല്ലാ മക്കളെയും ബന്ധുമിത്രാദികളെയും കൂടി വന്നവരെയും എല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മളിത് പറയുന്നെങ്കിലും മാനസികമായിട്ടുള്ള ഭാരത്താലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ പ്രദേശത്ത് കടന്നു വന്ന് ഈ പ്രദേശത്തുള്ളവരെ എല്ലാവരെയും സ്നേഹിപ്പാനും അവരെ കരുതുവാനും ഒക്കെയും പ്രിയമകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വാസ്തവമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന സമയങ്ങളിലൊക്കെയും വരുന്ന സമയങ്ങളിലൊക്കെയും എന്നോട് എല്ലാ കാര്യങ്ങളും പറയും. വേണ്ടതൊക്കെയും ദൈവകൃപയാൽ അനുഭവിക്കാനൊക്കെയും ഇടയായി ദൈവസന്നിധിയിലേക്ക് കടന്നിരിക്കുന്നു. അതിൽ കുടുംബമായിട്ട് കൂടി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും, ഈ ദേശത്തുള്ളവരോടും, ഇടവകയോടും, ഇടവജനങ്ങളോടും, ബഹുമാനപ്പെട്ട അച്ഛനോടും ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കട്ടെ, തൻ്റെ കൃപയിൽ കാത്തുകൊള്ളട്ടെ. അന്ത്യം വരെയും
ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മാതാവിൻ്റെ ദേഹാവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. മരണം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേത് പ്രായത്തിലാണെങ്കിലും വേദനാജനകമാണ്. പ്രത്യേകിച്ച് മരിച്ചുപോയവരുടെ സ്നേഹം, കരുതൽ ഒക്കെ അനുഭവിച്ച മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ വേദനാജനകമാണ്. പ്രിയപ്പെട്ട മാതാവ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ അത്താണിയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിദ്യാഭ്യാസ സമയത്തും അവരുടെ ജീവിതത്തിലുമൊക്കെ താങ്ങും തണലുമായി പ്രിയപ്പെട്ട മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 1996-97 സമയത്തൊക്കെയാണ് ഈ പള്ളിയിലിരുന്നത്. അന്ന് പ്രിയപ്പെട്ട എസ് ജേക്കബ് എൻ്റെ ഒരു പ്രിയപ്പെട്ട, എന്നെ സ്നേഹിച്ച ഒരാളായിരുന്നു. അദ്ദേഹം റേഷൻ കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എനിക്കുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് ഓർക്കാൻ കാരണം ഞങ്ങളുടെ പേരൊന്ന്, അങ്ങനെ ഒരു ബന്ധം. രണ്ട്, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയപ്പോൾ ഞാൻ ബറോഡയ്ക്കാണ് പോയത്. എന്നെ യാത്ര അയക്കാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പ്രിയപ്പെട്ട ജേക്കബച്ചാൻ വന്നതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കും. ഈ വീടുമായിട്ടുള്ള ഒരു നല്ല ബന്ധം അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ജേക്കബച്ചൻ മരിച്ച സമയത്തൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. ഞാൻ അറിഞ്ഞില്ല, ഒന്നും വന്നു ചേരാൻ സാധിച്ചില്ല. ഈ പ്രിയപ്പെട്ട കുടുംബം ദൈവം അനുഗ്രഹിച്ച ഒരു ഭവനമാണ്. ദൈവത്തിൻ്റെ കൃപയും കരുതലും സ്നേഹവും ഒക്കെ ധാരാളം പ്രിയപ്പെട്ട മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ലഭിച്ചു. അതിൻ്റെ കാരണം നല്ല മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ നന്മയെ കാണാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ദിവസങ്ങൾ കരയുമ്പോഴാണ് മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുന്നത്. ആ ദൈവകൃപയിൽ പ്രിയപ്പെട്ട മക്കൾക്ക് അവരായിരിക്കുന്ന സ്ഥാനത്ത്, അവരായിരിക്കുന്ന ജോലിയിൽ ദൈവം അവരെ ആസ്വദിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മരണം നമ്മളെ ഈ ലോകത്ത് നിന്ന് പിരിച്ചു വിടുന്നു എങ്കിലും നിത്യതയിലേക്ക് നാം പ്രവേശിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം എപ്പോഴും നമുക്ക് വേണം. ദൈവവചനം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശങ്ങളിൽ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായി തീരണം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മരണത്തെ കാണുവാൻ കഴിയണം. ഇപ്പം ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളൊന്നും മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളല്ല. സത്യത്തിൽ ഈ ആരാധനയും പാട്ടും എല്ലാം കേൾക്കുന്നത് മരിച്ച ആളുകളല്ല, നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്. അവരും ജീവിച്ചിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ബറിയൽ സർവീസിൽ പോയിട്ടുണ്ട്. അവരും ഇത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് നടക്കുന്നതെല്ലാം ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളതാണ്. ായിട്ടുള്ള വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ ചേരുന്നു എന്നുള്ളത്, സൂക്ഷ്മ ശരീരത്തിൽ ചേരുന്നു എന്നുള്ളത്. ആശ്വാസത്തെ
ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. 70 ഏറെയായാൽ 80 എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതേ കർത്താവ് പറഞ്ഞു, ക്രിസ്തുവിൽ മരിക്കുന്നവന്മാർ ഭാഗ്യവാന്മാർ. അവർ ക്രിസ്തുവിലാണ് മരിച്ചത്. അതുകൊണ്ട് പ്രത്യാശയുണ്ട് പ്രിയ. അതെ, ഇനി ഞങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മെ വലിയ പ്രത്യാശയോടുകൂടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളും കൊച്ചുമക്കളൊന്നും എനിക്ക് പരിചയമില്ല, എങ്കിലും അവരൊക്കെ ഇത്രയും ധൈര്യത്തോടൊക്കെ പ്രത്യാശയോടുകൂടെയൊക്കെ ഇരിക്കുന്നത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൂന്നാമത കുടുംബത്തിൻ്റെ അനുശോചനം ഞങ്ങൾ പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിന്റെ ആരെങ്കിലും മനുഷ്യനെ അറിയിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണമേ. അതിനുള്ള സമയമാണ്. നേരത്തെ കാലം ഓർപ്പിക്കട്ടെ. ഇപ്പോൾ ലിജി അനി വേദഭാഗമായി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അത് നിന്നെ വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പുപോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആവിഷ്കാരം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗത്തിൽ ഞങ്ങൾ പറന്നു പോവുകയും
നമ്മ ശോഭന നാട്ടിൽ പാടും
വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഹേദന്യോദനമങ്ങില്ലല്ലോ നിത്യസൗഖ്യ ആത്മാക്കൾക്ക് വേഗം ചേർന്നിട ഭംഗി തീരത്തിൽ വേഗം ചേർന്നിട ഭംഗി തീരത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ട ലീലമാമയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഏവരുമേ, മരണം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. നാം എല്ലാവരും മരിക്കും. ധനവാനും മരിക്കും, ദരിദ്രനും മരിക്കും, വിദ്യയുള്ളവനും മരിക്കും, വിദ്യയില്ലാത്തവനും മരിക്കും. നാം എല്ലാവരും മരണത്തിന് അടിമകളാണ്. ആദാമിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കിയിട്ട് പിതാവാം ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം മൊത്തം തിന്നാം, എന്നാൽ ഇതിൻ്റെ നടുവിലൊരു വൃക്ഷം നിൽപ്പുണ്ട്, നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷം. ആ ഫലം ആ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. മരണം ഇത്ര ഭയാനകമാണെന്നൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. പിതാവായ ദൈവത്തോട് കൂട്ടിരിക്കാൻ കുറച്ച് ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതന്മാർ ദൈവത്തോട് മത്സരിക്കുകയും അവർക്ക് സിംഹാസനം വേണമെന്ന് വാദിക്കുകയും ചെയ്തു. പിതാവാം ദൈവം അവരെ വെട്ടി താഴ്ത്തി ഭൂമിയിലേക്ക് വിട്ടു. അവരുടെ നേതാവായിരുന്നു ലൂസിഫർ. അങ്ങനെയാണ് സാത്താനുണ്ടായത്, പിശാജ്. ഈ പിശാജ് ആദാവും ഹവ്വയെയും കളിപ്പിച്ചു. ലീലമാമയെ ഒറ്റ വീട്ടുകാരൻ. എൻ്റെ വിവാഹം നടക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടല്ല ലീലമാമയായിരുന്നു. വിനോദ് അനിയൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു. ജോയിച്ചാനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ്, കുഞ്ഞുങ്ങളെ നോക്കിക്കോടെ ജോയി എന്ന് പറഞ്ഞിട്ടാണ് ജോയിച്ചാൻ എവിടെങ്കിലുമൊക്കെ പോകുന്നത്. ലീലമാമ എനിക്ക് എന്ത് ഒരപ്പം ചുട്ടാലും എനിക്ക് കൊണ്ടുതരും. ഞങ്ങൾ അത്ര കൂട്ടോട് ജീവിച്ച ഒരു കുടുംബമാണ്. എന്നാലും ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോയേക്കൂ. മരിച്ചവരെങ്ങനെ ഉയർക്കുന്നുവെന്നും ഏത് വിധേന ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കുന്നതിന് മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. മരണത്തിൽ കൂടി മാത്രമേ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ അരികെ ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പരമപിതാവായ യേശുക്രിസ്തു ഇത് തന്നെയാണ് ചെയ്തു തന്നേക്കുന്നത്. അതിനകത്തൊരു ഉപമ പറയുന്നു. ഒരു കർഷകൻ്റെ ഒരു ഗോതമ്പ് മണി നിലത്ത് വിതച്ച് വെറുതെ ഇരുന്നാൽ അതൊരു ഫലമായി തീരുകയില്ല. അതിൻ്റെ പുറന്തലി പൊട്ടുകയും അതിൻ്റെ സ്വർണ്ണ നിറം ഭൂമിയെ കൊടുക്കുകയും അതിൻ്റെ വേരുകൾ അനന്തമായ ഇലകൾ അനന്തമായ ആകാശത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രയോജനമാം ഒരു സസ്യമുണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ ലീലമാമയുടെ പവിഴ നിറം ഭൂമിയെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി എൻ്റെ കുടുംബത്തിൻ്റെ ആശംസകളും ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറുടെ നിലയിലുള്ള എല്ലാ അനുശോചനങ്ങളും നടത്തിച്ചുകൊണ്ട് കൽപ്പനയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല പുറത്തുള്ളവരായിരിക്കുന്നെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാദിക്കുന്നു. ഇടിവാനല്ല മധ്യമായതോ ജീവനാൽ നീങ്ങിപ്പോയേണ്ടതിനോ മീതെ ഉടുപ്പാൻ ഇച്ഛിച്ചാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നിലകുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്നു പരദേശികളായിരിക്കുന്നെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടും ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അവമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതോ നല്ലതായാലും തീയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായത്തിന് മുൻപാകെ വെളിപ്പെടേണ്ട ആവുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു.
എന്നാൽ ദൈവത്തിൽ ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങൾ തന്നെ നിങ്ങളോട് സാക്ഷിയല്ല, ഹൃദയം നോക്കിയിട്ടില്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരുടെ ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വകവുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രസംഗിപ്പാൻ നിങ്ങൾക്ക് കാരണം നൽകിയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിശുദ്ധന്മാരെന്ന് വരികയാൽ ദൈവത്തിന്റെ സമ്പൂർണ്ണമുള്ളവർ എന്ന് വരികയാൽ നിങ്ങൾക്ക് ആകും. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ അനുബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു വ്യക്തനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നുമല്ലാതെ ജനപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജനപ്രകാരം അറിഞ്ഞെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിർമ്മിച്ചു ദരിദ്രന്റെ സുവിശേഷത്തെ തന്നിരിക്കുന്നു. ദൈവം ലോകത്തിനും വചനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഭാഗ്യനാട്ടിൽ
ആദ്യ ഭാഗമാണ് വെച്ചാണ് അത് നടത്തപ്പെടുന്നത്. ഭവനത്തിൻ്റെ വെളിയിലാണ്, വെളിയിൽ തയ്യാറാക്കിയിട്ടുള്ളതായ പന്തലിൽ വെച്ച് ശുശ്രൂഷ നടത്തപ്പെടും. ഇപ്പോൾ പ്രാർത്ഥിച്ച് പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം മൊബൈൽ മോർച്ചറിയിൽ പെട്ടിയിലേക്ക് മാറ്റി ഹാളിലേക്ക് മാറ്റുന്നതാണ് ഇതായ ഈ ഭവനത്തോട് വിട പറയുന്നതായിട്ടുള്ള സമയമാണ്. പ്രിയ കുടുംബാംഗങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, ബന്ധുമിത്രാദി, സ്നേഹിതർ ഒരുമിച്ച് താമസിച്ചതായ ഭവനം പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് 12 മണിക്ക് തന്നെ നമുക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കണം എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ കാര്യങ്ങളെല്ലാം ഉണ്ടാവണമേ എന്നുള്ളത് സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം ഭവനത്തിന് വേണ്ടി അടയ്ക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവസരം നൽകുകയും ഞങ്ങളുടെ ആയുസ്സിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ ഞങ്ങൾ വിളിച്ച് വേർതിരിക്കുകയും ഞങ്ങൾ എവിടെ നിന്നാണോ കടന്നു വന്നത് അവിടേക്ക് ഞങ്ങളെ വിളിക്കുകയും ചെയ്യുന്നവൻ അവിടുന്ന് ആകിയാൽ സ്തോത്രം. ഈ മാതാവിൻ്റെ ധന്യമായ ജീവിതത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവേ, 77 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം അവസരം നൽകി. ദൈവം നൽകിയതായ ഈ ജീവിതം കർത്താവിനോടൊപ്പം ചെലവിടുവാൻ നീ ഇവിടുന്ന് സഹായിച്ചു. ദൈവമേ, ഈ ഭൂമിയിൽ ജീവിച്ച നാളുകളിലെല്ലാം കർത്താവിന് നല്ല സാക്ഷിയായി ജീവിപ്പാൻ അവിടെ ഇടയായി. ഈ ഭവനത്തിൽ പ്രിയ മാതാവ് ആയിരിക്കുന്നതായ എല്ലാ വേളകളിലും ദൈവമേ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ആ ഒരു വലിയ ആത്മീക ബന്ധത്തിൽ വളർത്തിയെടുക്കുവാൻ ഈ ഭവനം പ്രിയ മാതാവിന് അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ ജീവിത മാതൃകളെ പിൻപറ്റുവാൻ നീ ഇവിടുന്ന് സഹായിക്കണമേ. ദൈവകൃപ കൂടെ ഉണ്ടായിരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബന്ധുമിത്രാദി സ്നേഹിതരായിട്ട് കടന്നു വന്ന എല്ലാവർക്കായും നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാവണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഈ വാതിൽക്കൽ നിൽക്കുന്നതായ ആളുകളെല്ലാവരും തന്നെ വെളിയിലേക്ക് ഇറങ്ങണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സ്ഥലപരിമിതികൾ മനസ്സിലാക്കി നിങ്ങൾ ഈ ഭവനത്തിൻ്റെ പരിസരങ്ങളിലും നിന്ന് സഹായിക്കണം എന്നുള്ളത് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ കൊയറ ഒരു പാട്ട് പാടുന്നു. എല്ലാം വിട്ടു പോകേണം അക്ഷയ സന്തോഷ ഒന്നും ഇക്ഷിതിയിൽ ലഭ്യമല്ല. എന്തു സമ്പാദിച്ചിലും എല്ലാം വിട്ടു പോകേണം അക്ഷയ സന്തോഷ ഒന്നും ഇക്ഷിതിയിൽ ലഭ്യമല്ല. ലോകമൊരു സ്വപ്നമല്ലോ, പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളി
കാണുമെൻ പേരും. കർത്തൻ പേർക്കൂരാപ്പകലധ്വാന ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള അവരപ്പാടിന് യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ വബ് കുലസുബാൻ ലവൽ ബിൻ. ആമീൻ. വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാ നാഥ, ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനൂടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം മശിഹായേ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കത്തതുപോൽ പകരം നൽകും മസിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും
ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ. രഹസ്യമായുള്ള പുതുപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണോ. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയിൽ മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ലായ്മയും സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജികമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന് ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിനെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രൻ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോട് അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്ര സത്യമുള്ളവയുമാകുന്നു എന്ന ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായവൾ ആഴമുള്ള പാതാളത്തിൽ കൈവിട്ടു പോവുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയുടെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സരിവുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ വ്യക്തത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസരത്തിൽ നിന്ന് ഇവരെ വിടിവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീകവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടമുള്ളവരാക്കണമേ.
കർത്താവ് തന്നോ, കർത്താവ് എടുത്തു, കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനും ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനം മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നുവെന്നും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരണമെന്നും അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരനെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് ആ വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ സഭക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതിനെ ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ചോ, പ്രവർത്തിക്കൊത്ത പോൽ നീ